പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയൻ ഇനി ഓർമ്മ. അന്ത്യം തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിലെ വസതിയിലാണ് അന്ത്യം സംഭവിച്ചത്. മകൻ മനോജ് കെ ജയൻ പ്രശസ്ത നടനാണ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ചായിരുന്നല്ലോ അന്ത്യം. എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമ സംഗീതത്തിനും ഒപ്പം തന്നെ മലയാള ഭക്തിഗാന സംഗീത മേഖലയ്ക്കും വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം, കെ.ജി. ജയൻ. അദ്ദേഹത്തിന്റെ സഹോദരനും സമാനമായ രീതിയിൽ വലിയ സംഭാവനകൾ ഈ സംഗീത മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട്. കെ.ജി. ജയനും കെ.ജി. വിജയനും ചേർന്ന് ജയവിജയ എന്ന പേരിൽ ഏറെ പ്രസിദ്ധമായ ടീമിന് രൂപം നൽകി. അവർ വലിയ ഒട്ടനവധി കച്ചേരികൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെയായി തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 60 വർഷത്തിലേറെ തുടരുന്നതാണ് ഈ സംഗീത സബരിയ, കെ.ജി. ജയന്റെ സംഗീത സബരിയ എന്ന് പറയുന്നത്. 1000-ലധികം പാട്ടുകൾക്ക് അദ്ദേഹം ഈണം നൽകുകയും പാടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഭക്തിഗാനങ്ങളാണ് എന്ന് പറയാതിരിക്കാനാകില്ല. അയ്യപ്പ ഭക്തിഗാനങ്ങൾ. അദ്ദേഹം ഒട്ടനവധി അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകരുകയും അദ്ദേഹം ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ എടുത്തു പറയേണ്ടി വരും. കർണാടക സംഗീത രംഗത്തെ അതികായന്മാരിൽ നിന്നാണ് അവർ ഉന്നത പരിശീലനം, ഈ രണ്ടുപേരും ഉന്നത പരിശീലനം നേടിയിട്ടുള്ളത്. ആലത്തൂർ ബ്രദേഴ്സ്, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, എം ബാലമുരളീകൃഷ്ണ തുടങ്ങി ഈ പറയുന്ന ആളുകളിൽ നിന്നാണ് ഈ സംഗീത രംഗത്ത്, കർണാടക സംഗീത രംഗത്തെ അതികായന്മാരിൽ നിന്നാണ് സംഗീത പരിശീലനം അവർ നേടിയത്. ചെമ്പൈയുടെ കീഴിലുള്ള പഠനകാലത്താണ് അവർ പാട്ടുകൾ രചിക്കാനും പാടാനും, ഈ ജയവിജയ ബ്രദേഴ്സ് പാട്ടുകൾ പാടാനും അത് രചിക്കാനും തുടങ്ങുകയുണ്ടായത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഈ സംസ്കാരം അടക്കമുള്ള നടപടികളിൽ തീരുമാനം ഉണ്ടാകും. അത് കുടുംബാംഗങ്ങൾ വൈകാതെ അറിയിക്കുകയും ചെയ്യും. സംഗീത മേഖലയെ സംബന്ധിച്ചിടത്തോളം, മലയാള സംഗീത മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം, തീരാ നഷ്ടം തന്നെയാണ്. അത് മണ്ഡലകാല മാസം, അത് ഓരോ തവണ മണ്ഡലകാലം കടന്നു വരുമ്പോഴും ജയവിജയന്മാരുടെ, കെ.ജി. ജയന്റെ സംഗീതത്തിൽ, കെ.ജി. ജയന്റെ ആലാപനത്തിൽ ഒട്ടനവധി അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇറങ്ങുന്നത്, അയ്യപ്പ ഭക്തിഗാനങ്ങൾ സജീവവുമായിരുന്നു. അത്രയധികം ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ ഗാനങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളായിരുന്നു, അദ്ദേഹത്തിന്റെ കച്ചേരികളായിരുന്നു ഏറ്റവും പ്രശസ്തമായി ഉണ്ടായിരുന്നത്. അത്രയധികം പ്രശസ്തമായ ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ഈ ഇരട്ട സഹോദരന്മാരായ ജയവിജയന്മാർ തങ്ങളുടെ സംഗീത യാത്രയ്ക്ക് തുടക്കമിടുകയുണ്ടായത്. ഇരുവരും ചേർന്ന് ആദ്യമായി ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന ഗാനം ആസ്വാദക ലക്ഷങ്ങളെ പിടിച്ചിരുത്തുന്നതായിരുന്നു എന്ന് പറയാതിരിക്കാനാകില്ല. 1961 ഈ ലീല ആലപിച്ച ഈ ഗാനം അയ്യപ്പ ഭക്തിഗാന ശാഖയുടെ തിരുവാഭരണമായി നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. ഭക്തിഗാന സംഗീതത്തിന്റെ ശ്രീകോവിലാണ് ഇതോടെ ജയവിജയന്മാർക്ക് മുന്നിൽ തുറന്നത് എന്നും പറയാതിരിക്കാനാകില്ല. ഹിസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ ഗ്രാമഫോൺ റെക്കോർഡിന് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് ഇഷ്ടമേ എന്ന ഗാനം. പ്രശസ്ത സംഗീത സംവിധായകൻ പുകഴേന്തിയുടെ അമ്മാവനായ എം പി ശിവം ആയിരുന്നു രചന. ആദ്യമായി ഒരു സ്ത്രീ ആലപിച്ച അയ്യപ്പ ഭക്തിഗാനം എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ആ പാട്ടിന്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ മാത്രമല്ല, ദേവീസ്തുതികൾ, ശൈവ കൃഷ്ണ ഭക്തിഗാനങ്ങൾ, ഗുരുദേവ സ്തുതിഗീതങ്ങൾ, അങ്ങനെ ജയവിജയ എന്നത് ഭക്തി സംഗീതത്തിന്റെ പര്യായമായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇരുവരുടെയും കവർ ചിത്രമുള്ള കാസറ്റുകൾക്ക് ആരാധകർ ഏറെയായിരുന്നു. ക്രിസ്ത്യൻ മുസ്ലിം ഭക്തിഗാനങ്ങൾക്കും ഇവർ ഈണം നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ 19 സിനിമകൾക്കും തമിഴിൽ 4 ചിത്രങ്ങൾക്കും ഈണം നൽകി. ഭൂമിയിലെ മാലാക എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം സംഗീതം ചെയ്തത്. പിന്നീട് കുരുതിക്കളം, സ്നേഹം, പിച്ചിപ്പൂ, നിറകുടം, തെരുവുഗീതം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ, നിറകുടത്തിലെ നക്ഷത്രദീപങ്ങൾ തിളങ്ങി, തെരുവുഗീതത്തിലെ ഹൃദയം, ദേവാലയം തുടങ്ങിയവ മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. 1988 ഇരട്ട സഹോദരൻ കെ.ജി. വിജയൻ
യാത്രയായി. സഹോദരന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ആദ്യമായി KG ജയൻ ഒറ്റയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ച കൃഷ്ണഭക്തിഗാന സമാഹാരമാണ് മയിൽപീലി. തരങ്കിണിയായിരുന്നു ഈ കാസറ്റിന്റെ നിർമ്മാതാക്കൾ. രാധവൻ പ്രേമത്തോടാണോ, ചന്ദന ചർച്ചിത, അണിവാക ചാർത്തിൽ ഞാൻ തുടങ്ങി ഇതിലെ എല്ലാ ഗാനങ്ങളും അനശ്വര ഹിറ്റുകളായി മാറുകയും ചെയ്തു. നടൻ ജോസ് പ്രകാശാണ് ജയവിജയ എന്ന പേര് നൽകിയത്. കോട്ടയം നാഗമ്പടത്ത് ജയവിജയന്മാരുടെ അയൽക്കാരനായിരുന്നു ഈ മഹാനടൻ. പ്രിയപുത്രൻ എന്ന നാടകത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് KG ജയൻ, KG വിജയൻ എന്നീ നാമങ്ങൾ ഒരുമിപ്പിച്ച് ജോസ് പ്രകാശ് പുതിയ പേര് നൽകുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ, KG ജയൻ അന്തരിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ? അദ്ദേഹത്തെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത വളരെ വളരെ വലിയ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. ശരിക്കും ജയവിജയ എന്ന പേരിൽ ജയവിജയന്മാർ എന്ന് പറയുന്ന രണ്ട് ഇരട്ട സഹോദരന്മാരായിരുന്നു അവര് ഇരട്ട സഹോദരന്മാര് ജയവിജയ എന്ന പേരിൽ ധാരാളം കൺസേർട്സ്, ക്ലാസിക്കൽ കൺസേർട്സ് നടത്തിയിരുന്നു കേരളത്തിൽ മുഴുവനും. പിന്നെ അവർ ചെമ്പൈ വൈദ്യനാഥഭാഗവതരുടെ ശിഷ്യന്മാരാണ്. ചെമ്പൈ വൈദ്യനാഥഭാഗവതരുടെ അടുത്ത് യേശുദാസിനെ കൊണ്ടുപോയത് അവരാണ്. പിന്നീട് വലിയ ബന്ധമായി മാറി. പിന്നെ വിജയൻ മരിച്ചു. പിന്നെ KG ജയൻ ഒറ്റയ്ക്ക് സംഗീത സദസ് നടത്തുകയും പാട്ടുകൾ ട്യൂൺ ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും ജയവിജയ എന്ന പേരിൽ തന്നെ അദ്ദേഹം ജയൻ എഴുതിയിട്ട് ബ്രാക്കറ്റ് വിജയൻ എന്ന് എഴുതുമായിരുന്നു. അങ്ങനെ വളരെ നല്ല കുറെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം അവരുടെ ആദ്യത്തെ ഗ്രാമഫോൺ റെക്കോർഡ്, അതായത് ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ, അവർ മദ്രാസിൽ വന്ന് ചെമ്പയുടെ കീഴിൽ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആദ്യത്തെ ഡിസ്ക്, ഗ്രാമഫോൺ ഡിസ്ക്, ഒരു 78 RPM എന്ന് പറയും, 2 സൈഡ് ഓരോ പാട്ട് മാത്രം, അങ്ങനെ ഒരേ ഒരു ഡിസ്ക് ഗ്രാമഫോൺ കമ്പനി ഇവർക്ക് മ്യൂസിക് ചെയ്യാൻ അനുവാദം കൊടുത്തു. അങ്ങനെ അവർ ചെയ്തു. അതിൽ 2 പാട്ട് എഴുതി കൊടുത്തത് ഞാനാണ്. അത് 1966 1966 ഞാൻ ഫിലിമിൽ എൻട്രി ചെയ്യുന്ന കാലം. ഗുരുവും നീയെ സഖിയും നീയെ ഗുരുവായൂരപ്പ എന്നൊരു പാട്ട്, അതർ സൈഡ് ഗോപി ഹൃദയകുമാര എന്നൊരു പാട്ട്, ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള പാട്ടുകളാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ സിനിമയിൽ ഞങ്ങൾ ഒറ്റ പടത്തിൽ വർക്ക് ചെയ്തുള്ളൂ, സ്നേഹം എന്നൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഭീം സിംഗ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടറായ ഭീം സിംഗ് ആണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ 5 പാട്ടുകളുണ്ടായിരുന്നു. യേശുദാസും ജോളി അബ്രഹാമാണ് പാട്ടുകൾ പാടിയത്. ആ പാട്ടുകൾക്ക് തരക്കേടില്ലായിരുന്നു. സൂപ്പർ ഹിറ്റുകളൊന്നും ആയില്ല, പക്ഷെ തരക്കേടില്ലായിരുന്നു. സിനിമയിൽ 20 പടമൊറ്റേ ചെയ്തിട്ടുള്ളൂ വിജയന്മാർ ജയൻ. അത് സിനിമയിൽ അവർക്ക് 1ാം സ്ഥാനത്തോട്ട് എത്താൻ കഴിഞ്ഞില്ല. കാരണം അന്ന് അർജുനനും ദേവരായ മാഷും ദക്ഷിണാമൂർത്തി ഒക്കെ ഉള്ളപ്പം അവർക്കിടയിൽ. പക്ഷേ ബിച്ചു ദ്രവിഡായിട്ട് ചേർന്ന് ചെയ്ത 1-2 പാട്ടുകൾ വലിയ ഹിറ്റാണ്. ഒന്ന് നക്ഷത്ര ദീപങ്ങൾ തുടങ്ങി നവരാത്ര മണ്ഡപം ഒരുക്കുന്ന പാട്ട്. പിന്നെ ഒന്ന് ഹൃദയം ദേവാലയം, അത് വളരെ നല്ലൊരു കോമ്പോസിഷനാണ്. ഹൃദയം ദേവാലയം എന്ന പാട്ട്. അവർ കൂടുതൽ ഭക്തിഗാനങ്ങൾ, ജയൻ കൂടുതലും ചെയ്ത ഭക്തിഗാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജയന് വേണ്ടി ഭക്തിഗാനങ്ങൾ ചെയ്തത് S. രമേശൻ നായരാണ്. ഇപ്പൊ S. രമേശൻ നായർ നമ്മുടെ കൂടെ, അദ്ദേഹത്തിന് ധാരാളം പറയാൻ കഴിയുമായിരുന്നു ജയനെ കുറിച്ച്. കാരണം ഏറ്റവും കൂടുതൽ പാട്ടുകൾ, എനിക്കൊന്ന് 500, 600, 1000 അടുത്ത് പാട്ടുകൾ രമേശൻ നായർ എഴുതിയിട്ടുണ്ട്. ഈ ഭക്തിഗാനങ്ങൾ ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രം 500 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പല പാട്ടുകളും ഈ ചിലപ്പോൾ രമേശൻ നായർ എഴുതി ജയൻ സംഗീതം നൽകിയ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടാണ് രാധവൻ പ്രേമത്തോടാണോ, കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, പറയൂ നിനക്ക് ഏറ്റവും ഏറെ ഇഷ്ടം എന്ന് പറയുന്ന പാട്ട് വളരെ ഫേമസ് പാട്ടാണ്. അങ്ങനെ കുറച്ച് നല്ല ഹിറ്റുകൾ S. രമേശൻ നായരും ജയനും ചേർന്ന് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. പിന്നെ എങ്കിലും അങ്ങനെ വലിയൊരു രോഗിയൊന്നും ആയിരുന്നില്ല. ഏതായാലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീകുമാരൻ തമ്പി, ഗാനരചയിതാവ്, നമുക്കൊപ്പം ചേരുകയായിരുന്നു. പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ ഇനി ഓർമ്മ. തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. ഏതാണ്ട് 60 വർഷക്കാലം നീണ്ട സംഗീത സബരിക്കാണ് സമാപനമാകാൻ പോകുന്നത്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. നടൻ മനോജ് KG അദ്ദേഹത്തിൻ്റെ മകനാണ്.
ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത്. സംഗീതത്തിൻ്റെ 63-ാം വർഷത്തിലേക്കും അദ്ദേഹം കടന്നിരുന്നു. കെ ജി ജയൻ, കെ ജി വിജയൻ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശ് ആയിരുന്നു. ആ കൂട്ടുകെട്ട് കേരളത്തിൽ മാത്രമല്ല തെക്കേ ഇന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ പ്രണയമായും ഭക്തിയായും ഒക്കെ ആസ്വാദകരുടെ മനസ്സിൽ നിറയുന്നത് നമ്മൾ കണ്ടു. എന്തായാലും വലിയൊരു പ്രതിഭ തന്നെയാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. സംഗീത ലോകത്തിന് വലിയ നഷ്ടം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന, അതിൽ കുറഞ്ഞൊന്നും വിശേഷിപ്പിക്കാൻ കഴിയാത്ത സംഗീത പ്രതിഭ നമ്മളെ വിട്ടുപിരിയുകയാണ്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ, കൃഷ്ണഭക്തിഗാനങ്ങൾ, ശ്രദ്ധേയമായ കാസറ്റുകൾ ഒക്കെ ഈ ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകും. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു പ്രതിഭ കൂടി നമ്മളെ വിട പറഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് നേരത്തെ ശ്രീകുമാരൻ തമ്പിയെ പോലുള്ളവരൊക്കെ ഇവിടെ സംസാരിച്ചു. ഇനി സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളാവുന്നുണ്ടോ ശ്രീകാന്ത്? സംസ്കാരം, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ കൂടിയാലോചിച്ച് ഈ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത്. അക്കാര്യത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ അല്പസമയത്തിനകം, ഇനി അത് അധികം താമസിക്കില്ല എന്ന് കരുതുന്നു, അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയും ചെയ്യും. പൊതുദർശനം, സ്വാഭാവികമായും പൊതുദർശനം ഉണ്ടാകും. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് സിനിമയിൽ മാത്രമല്ല, ഈ ഭക്തിഗാനങ്ങളെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ട്. അത്തരത്തിൽ നിരവധി പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി എത്തിച്ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. വലിയ നഷ്ടം ഈ സംഗീത മേഖലയ്ക്ക്. അത് കച്ചേരി, അദ്ദേഹത്തിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കച്ചേരിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ഭക്തിഗാന സംഗീത മേഖലയിലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. ശബരിമലയിൽ ഈ ധ്വജപ്രതിഷ്ഠാ വേളയിൽ മൂലമന്ത്രം ജപിച്ചിട്ടുണ്ട് അദ്ദേഹം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഡോക്ടർ ബാലമുരളി കൃഷ്ണ, ആലത്തൂർ ബ്രദേശ് തുടങ്ങിയ മഹാഗുരുക്കന്മാർ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ഈ സംഗീത മേഖലയിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരുക്കന്മാരെന്ന രീതിയിൽ അവർക്ക് ലഭിച്ചത് ഈ 3 പേരെയുമാണ്. ശബരിമല, ഗുരുവായൂർ, മൂകാംബിക ഉൾപ്പെടെ മഹാക്ഷേത്രങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് പ്രൗഢവേദികളിൽ അവർ കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജയവിജയന്മാരുടെ കച്ചേരി എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ കാര്യമായിരുന്നു. യേശുദാസ്, എസ് ജാനകി, പി സുശീല, വാണി ജയറാം, ടി എം സൗന്ദരരാജൻ, ശിർക്കാഴി ഗോവിന്ദരാജൻ, എസ് പി ബാലസുബ്രഹ്മണ്യം തുടങ്ങി മഹാഗായകരുൾപ്പെടെ മലയാളത്തിലെയും തമിഴിലെയും ഒട്ടുമിക്ക ഗായകരെ കൊണ്ടും പാടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കോട്ടയം നാഗമ്പടത്ത് മീനച്ചിലാറിന്റെ തീരത്തുള്ള കടമ്പൂത്ര മഠത്തിലാണ് ജയവിജയന്മാരുടെ ജനനം ഉണ്ടായത്. കെ ജി ജയന്റെ ജനനം ഉണ്ടായത് 6-ാം വയസ്സിൽ അച്ഛൻ ഗോപാലൻ തന്ത്രിയാണ് ഇരുവരെയും പാട്ട് പഠിപ്പിക്കാൻ ചേർത്തത്. രാമൻ ഭാഗവതർ ആയിരുന്നു ആദ്യ ഗുരു. പിന്നീട് മാവേലിക്കര രാധാകൃഷ്ണ അയ്യരുടെ കീഴിൽ കർണാടക സംഗീതം പഠിച്ചു തുടങ്ങി. തുടർന്ന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം പാസായി. തൃശ്ശിനാപ്പള്ളി, ആലത്തൂർ പ്രദേശിൽ നിന്നും തുടർ പഠനം നടത്തി. അതിനുശേഷമാണ് മഹാഗുരുക്കന്മാരുടെ അടുത്തെത്തുന്നത്. ഡോക്ടർ ബാലമുരളി കൃഷ്ണയുടെ ശിക്ഷണത്തിൽ 6 വർഷവും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ 18 വർഷവും സംഗീതത്തിൽ ഉപരിപഠനം നടത്തി. കർണാടക സംഗീതത്തിലും അയ്യപ്പ ഭക്തിഗാന രംഗത്തും സിനിമാ സംഗീതത്തിലും ഒരുപോലെ പ്രശസ്തിയുടെ പടവുകൾ കയറിയ ദിനങ്ങളായിരുന്നു പിന്നീട്. ഇരട്ട സഹോദരൻ കെ ജി വിജയൻ വിടവാങ്ങിയ ശേഷവും ഉള്ളിലൊതുക്കി കെ ജി ജയൻ സംഗീത സബരിയ തുടരുകയുണ്ടായി. കേരള സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2019 പത്മശ്രീ അദ്ദേഹത്തെ തേടിയെത്തി. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത്. 1968 പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി മക്കൾ ബിജു, മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ ഇളയ മകനാണ്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരു സംഗീത പ്രതിഭ നമ്മളെ വിട്ട് പിരിയുകയാണ്. കെ ജി ജയൻ ഓർമ്മയാവുകയാണ്. എസ് രമേശൻ നായരുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ
ഗാനങ്ങളൊക്കെ ഇപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. 1000-ലധികം ഗാനങ്ങൾക്ക് ഈണമിട്ട പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കച്ചേരികളായിരുന്നു പ്രധാനം, ഭക്തിഗാനങ്ങളായിരുന്നു പ്രധാനം. അതിനിടയിലും സിനിമാ മേഖലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 1968 പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് ആദ്യ സിനിമ. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, ഹൃദയം ദേവാലയം തുടങ്ങിയ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. സ്വാഭാവികമായും ജനങ്ങളുടെ ആദരം, ജനങ്ങളുടെ സ്നേഹം, അതിനൊപ്പം തന്നെ 2019 പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്നത് നമ്മൾ കണ്ടു. 1991 സംഗീത നാടക അക്കാദമി അവാർഡ്, 2013 ഹരിവരാസനം പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും ആ സംഗീത സബരിയെ തേടിയെത്തുന്നത് നമ്മൾ കണ്ടു.